അങ്ങനെ മുംബൈ ഇന്ത്യൻസ് IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇന്നത്തെ അവസാന പ്രതീക്ഷയായിരുന്നു കൊൽക്കത്തയ്ക്കെതിരെയുള്ള മാച്ച്. അതിൽ മുംബൈ തോറ്റിരിക്കുകയാണ്. 24 റൺസിനാണ് മുംബൈ കളി തോറ്റത്. ലാസ്റ്റ് ഓവറിലേക്ക് കളി നീണ്ടില്ല. അപ്പോഴേക്കും മുംബൈ ഓൾ ഔട്ടായി. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കൊൽക്കത്തയോട് കളി തോറ്റ ശേഷം നീത അംബാനി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊൽക്കത്തയോട് കളി തോറ്റ ശേഷം നിത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ക്യാപ്റ്റൻസിയിലാണ് പണിയായത്. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുംബൈ ടീം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ എനിക്ക് തെറ്റുപറ്റി. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം ഡൗൺ ആയിരിക്കുകയാണ്. അടുത്ത സീസണിൽ ഇത് ഞങ്ങൾ ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. രോഹിത് ക്യാപ്റ്റനായില്ലെങ്കിൽ ഞങ്ങൾ പുതിയൊരു ക്യാപ്റ്റനെ തേടും. ഞങ്ങൾക്ക് ആവശ്യം സഞ്ജുവിനെ പോലെ മികച്ചൊരു ക്യാപ്റ്റനെയാണ്. ഗുജറാത്ത് ടീമിൽ നിന്ന് പാണ്ഡ്യ ഞങ്ങൾ കൊണ്ടുവന്നത് അവൻ്റെ ക്യാപ്റ്റൻസി കണ്ടിട്ടാണ്. എന്നാൽ അവൻ മോശമാണ്. ഞങ്ങളിപ്പോൾ നോക്കിക്കാണുന്നത് രാജസ്ഥാൻ ടീമിനെയാണ്. അവർ ഈ IPL കളിച്ച കളിരീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മികച്ച രീതിയിലാണ് സഞ്ജു രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചത്. സഞ്ജു അല്ലെങ്കിൽ സഞ്ജുവിനെ പോലൊരു ക്യാപ്റ്റനെ ഞങ്ങൾക്ക് ആവശ്യമാണ്. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് അടുത്ത സീസണിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് നീത അംബാനി വ്യക്തമാക്കി. സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റനെ എല്ലാവരും ആഗ്രഹിക്കും. കാരണം സഞ്ജു മികച്ച രീതിയിലാണ് രാജസ്ഥാനെ മുന്നോട്ട് നയിക്കുന്നത്. IPL ഏത് ക്യാപ്റ്റന്മാർ നന്നായി ക്യാപ്റ്റൻസി ചെയ്താലും മുംബൈ ടീം അവരെ കൊണ്ടുപോകും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. പാണ്ഡ്യയെ ഗുജറാത്തിൽ നിന്ന് മുംബൈ ടീം പൊക്കിയെടുത്തു. എന്നാൽ രാജസ്ഥാൻ ടീമിൽ നിന്ന് സഞ്ജു വരുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മുംബൈ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ സഞ്ജുവിനെ സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല. അത്രയും വലിയവരാണ് മുംബൈ ടീം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.